വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഒരു പേഴ്സൺ ഉണ്ട്. ഇപ്പോൾ ആ വ്യക്തിയായിട്ട് കംപ്ലീറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കാണ്. അപ്പോൾ വീണ്ടും ആ വ്യക്തിയുടെ ഒരു പണ്ടത്തെ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മൈൻഡിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇതിൻ്റെ ഒരു ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങൾക്കതൊരു പ്രതീക്ഷിക്കാമോ ആ വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷൻ അഗെയിൻ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സെലിബ്രേഷൻ കാർഡാണ്. അപ്പോൾ അഗെയിൻ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഒരു ഫോർ എ ടൈം ബീങ് ആണെന്ന് വിശ്വസിക്കുക. ആ ഒരു വ്യക്തി എന്തായാലും നിങ്ങളിലേക്ക് തന്നെ ഒരു കോൺടാക്ട് ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എഗെയിൻ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് ഈ ഒരു നോ കോൺടാക്റ്റിൽ പോയത് ചിലപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു സ്പോണ്ടാനിയസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കാം അവരുടെ, അല്ലെങ്കിൽ ഒരു തോന്നലായിരിക്കാം. ചിലപ്പോൾ ചെറിയ ഈഗോ ക്ലാഷസും കാര്യങ്ങളും കൊണ്ടായിരിക്കണം, വാക്തർക്കങ്ങളായിരിക്കാം, ചിലപ്പോൾ മിസ്കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കാം. അപ്പോൾ അതൊരു മെച്യൂർഡ് അല്ലാതെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളായിട്ടൊരു കോൺടാക്ട് സിറ്റുവേഷനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പണ്ടത്തെ പോലെ ഒരു സ്മൂത്തനിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പാഷനും ഇൻവോൾവ്മെൻറ്റും കൂടുതലായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തി മേ ബി ചില സമയങ്ങളിൽ മെച്യൂർഡ് അല്ലാത്ത തീരുമാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ എടുത്ത് ചാടിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈമിൽ നിങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വ്യക്തിയുടെ കംബാക്ക് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും ബ്ലോക്കേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.